ഒടായ്ക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടർ പൊക്കി. കുതിരപ്പുഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന കർഷകർക്ക് തിരിച്ചടി. കാർഷിക വിളകൾ ഉണങ്ങുന്നു. കിണറുകളിൽ വെള്ളം താഴുന്നതും ആശങ്ക സൃഷ്ടിക്കുകയാണ്. ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള ഒടായ്ക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ പൊക്കിയതോടെ ജലം താഴേക്ക് ഒഴുകി പോകുന്നതാണ് കുതിരപ്പുഴയിൽ ജലവിധാനം വ്യാപകമായി താഴുവാൻ കാരണം. ഷട്ടർ താഴ്ത്തി റിസർവോയറിൽ ജലനിരപ്പ് 4.7 മീറ്ററാക്കി അടിയന്തരമായി ഉയർത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. തൃക്കൈക്കുത്ത്, വള്ളിക്കെട്ട്, കുളക്കണ്ടം ഭാഗങ്ങളിലെ 400ഓളം കർഷകരാണ് ആശങ്കയിൽ കഴിയുന്നത്. മമ്പാട് പഞ്ചായത്തിലെ പ്രധാന കാർഷിക മേഖലയാണ് തൃക്കൈക്കുത്തും വള്ളിക്കെട്ടും. നിലമ്പൂർ നഗരസഭയിലെ പ്രധാന കാർഷിക മേഖലയിൽ ഒന്നാണ് കുളക്കണ്ടം. കുതിരപ്പുഴയെ ആശ്രയിച്ചാണ് ഈ പ്രദേശങ്ങളിൽ കർഷകർ കൃഷി ചെയ്യുന്നത്. ഷട്ടർ ഉയർത്തിയതിന്റെ ഫലമായി കുതിരപ്പുഴയിൽ ജലവിധാനം അപകടകരമായ അവസ്ഥയിലേക്ക് താഴ്ന്നതോടെ വാഴ, തെങ്ങ്, കമുക് കൃഷികൾ കരിഞ്ഞുണങ്ങുകയാണെന്ന് കർഷകർ പറയുന്നു. പദ്ധതിയുടെ ചുമതലയുള്ള എയെ കണ്ട് കൃഷിയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും അനുകൂല നിലപാടൊന്നും ഉണ്ടായില്ല. കൃഷി ഓഫീസർക്ക് പരാതി നൽകിയപ്പോൾ സർക്കാർ വരൾച്ച മേഖലയായി പ്രഖ്യാപിച്ച ശേഷം നോക്കാമെന്ന നിഷേധ നിലപാടാണ് സ്വീകരിച്ചതെന്നും കർഷകർക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടാണ് കൃഷി വകുപ്പ് സ്വീകരിക്കുന്നതെന്നും കർഷകരായ ജോബിൻസ്, റോയി, ഷാജി, വർഗീസ്, ജെയിംസ്, ചെറിയാൻ എന്നിവർ പറഞ്ഞു. ചാലിയാർ പുഴയുടെ പോഷക നദിയാണ് ഞങ്ങളുടെ കുതിരപ്പുഴ. ഞങ്ങളുടെ കുതിരപ്പുഴയിൽ 100-200 കർഷകർ കൃഷി ചെയ്യുന്നവർ, ഇതുകൊണ്ട് ഉപജീവനം കഴിയുന്നവരാണ്. ഞങ്ങൾക്കിവിടെ ഈ ഒടായ്ക്കൽ റെഗുലേറ്റർ ബ്രിഡ്ജ് 4.7% പൊക്കിയ ഒരു മീറ്റർ 7%, 4.7 മീറ്റർ പൊക്കിയാ ഞങ്ങൾക്ക് ഒരു കാലത്തും വെള്ളം പറ്റത്തില്ല. ഇതിപ്പോൾ ജനുവരി, ഫെബ്രുവരി മാസമായിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഇവിടെ വരൾച്ചയുടെ ആ തോത് കൂടിക്കൊണ്ടിരിക്കുക. ഇനി 3 മാസം കൊണ്ട് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും നശിച്ചു പോകും. ഞങ്ങൾ ഈ അധികൃതർ ഇത് കണ്ണു തുറന്ന് ഇതിനൊരു പരിഹാരം കാണിക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ജലസേചനം മുടങ്ങിയതിന് പുറമെ കുടിവെള്ളവും കിട്ടാക്കനിയാകുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. കാർഷിക മേഖലയിൽ വേനൽക്കാലത്ത് ജലസേചനം ഉറപ്പാക്കാനാണ് കോടികൾ ചിലവഴിച്ച് UDF സർക്കാരിന്റെ കാലത്ത് ഒടായ്ക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കിയത്. കഴിഞ്ഞ 5 വർഷമായി കുതിരപ്പുഴയിൽ ജലക്ഷാമം ഉണ്ടായിരുന്നില്ല. എന്നാൽ അശാസ്ത്രീയമായി ഷട്ടർ ഉയർത്തി ജലം ഒഴുക്കിക്കളയുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ജലസേചന വകുപ്പും മമ്പാട് പഞ്ചായത്ത് ഭരണസമിതിയും നിലമ്പൂർ നഗരസഭാ ഭരണസമിതിയും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. കുലച്ചു തുടങ്ങിയ വാഴകൾ ഉൾപ്പെടെ കരിഞ്ഞുണങ്ങി വീഴുകയാണ്. വന്യമൃഗങ്ങൾ നശിപ്പിക്കാതെ രാത്രിയിൽ കാവൽ കിടന്ന് സംരക്ഷിച്ച കാർഷിക വിളകളാണ് നശിക്കുന്നത്. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.